ഹലോ. ആ ചേട്ടാ, ഞാനാ ലീന ആഞ്ഞത്താനത്തെ മോളെ. ഉച്ച കഴിയുമ്പോഴേക്കും അങ്ങനെ തന്നെ. ആ ഉച്ചയ്ക്ക് മുന്നേ ആക്കുമായിരുന്നേ കുറച്ച് സൗകര്യമായേനെ. അതന്നെ മോളെ. വേറെ വല്ല പരിപാടി ഉണ്ടോ? വേറെ ഒന്നുമല്ല, സൺലൈറ്റിന് ഉച്ച തിരിഞ്ഞ് എത്തുവേ, അതാ. നമുക്ക് പറ്റുന്ന പോലെ വേഗം തീർക്കാന്നേ. ആ എന്നെ ഒരു 4 മണിയാകുമ്പോഴത്തേക്കും വിട്ടാൽ മതി. പിന്നെ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരണോ? ഞാനേ അതൊന്ന് നോക്കിയിട്ട് വാട്സപ്പ് ചെയ്യാം. ശരി. മോള് മോടി വന്നേ. ഇതും വെച്ചേ വയ്ക്കേ. പതിയെ അങ്ങനെ മറിയോ. മണ്ണ് കൈ കൊണ്ട് വരില്ല, അതൊക്കെ അപ്പം ചെയ്തതാ. ഏറ്റവും അപ്പനെന്തിനെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേ? മുള്ള പറമ്പല്ലേ നിങ്ങൾ ഈ കിട്ടുന്ന കായും പൂവൊക്കെ വെച്ചിവിടെ കാട് പിടിപ്പിക്കാനുള്ള പരിപാടിയാ? വരക്കിച്ച മണ്ണ് പിടിക്കുന്ന സ്ഥലം മേടിക്കുമ്പോഴേ എല്ലാവരും ചോദിക്കും തലശുഭൂമിയാ, അതുപോലെ തന്നെ പാർക്കട്ടാന്നൊക്കെ. ഞാനും എൻ്റെ മോളും കൂടെ ഇവിടെ പൊന്നു വിളയ്ക്കും അല്ലേ? ലീന ഞാൻ എത്തിട്ടോ. അവിടുന്ന് പോന്നോ? അല്ല, ഞാനേ പുറത്തിറങ്ങിയതേ ഉള്ളൂ. ഈ ലഗേജ് വരാൻ കുറച്ച് സമയം എടുത്തു. മൂവാറ്റുപുഴ. അപ്പൊ നേരെ ഇങ്ങോട്ടേക്കല്ലേ? അല്ല, ഞാൻ ഈ ഷൈനിയുടെ അവിടെ നിന്ന് പോയി. ടൗണിൽ തന്നെയല്ലേ? ടൗണിൽ തന്നെ. ഷൈനിയുടെ അവിടെ പോയിട്ടേ ആ വണ്ടി ഒന്ന് എടുക്കാനാ. എന്തിനാ? ഇവിടെ സ്കൂട്ടർ ഉണ്ടല്ലോ. മഴയൊക്കെ അല്ലേ, പിന്നെ 2 ആഴ്ചത്തെ കാര്യമുള്ളൂ. 50 രൂപ. 50 രൂപ ഒരു മിനിറ്റ്. അപ്പൊ അവിടെ സാഹചര്യത്തിന് ആവശ്യം വരില്ലേ? ഞാൻ പുള്ളിയോട് സംസാരിച്ചു. പുള്ളി എന്നെ പറഞ്ഞ വണ്ടി കൊണ്ടുപോകാൻ. തിരിച്ചു പോകുമ്പോൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പോണവരും പറയാൻ തുടങ്ങി. എൻ്റെ പൊന്നു ലീന, ഞാനൊന്ന് എത്തിക്കോട്ടെ. അത് കഴിഞ്ഞിട്ടല്ലേ പോണ കാര്യം. അതെ, ഞാൻ ഫോൺ വയ്ക്കാട്ടോ. ഞാൻ ഈ ടാക്സി ഒന്ന് കണ്ടുപിടിക്കട്ടെ. ശരി, ബൈ ബൈ. മഴക്കാർ ഏകദേശം ഒരു വാട്ടർ ബലൂൺ പോലെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അറിയാതെ ഒരു സൂചി കൊണ്ടു കഴിഞ്ഞാൽ അപ്പ പെയ്തു തുടങ്ങും. അതായത് നമ്മൾ പോസ്റ്റ് ആക്കുന്ന ഈ മഴ വെറും ഒരു പോസ്റ്റർ മാത്രമാണ്. ട്രെയിലറും സിനിമയും പിന്നാലെ വരുന്നുണ്ട് എന്നാണ് ഈ വെതർ ബ്രോഡ്കാസ്റ്റേഴ്സ് ഒക്കെ പറയുന്നത്. ഇന്ന് നമുക്കൊരു കളർ കിട്ടിയിട്ടുണ്ട്, റെഡ് അലേർട്ട് ആണ്. പക്ഷേ ഉച്ചവരെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കും സാറേ. ഉച്ച കഴിഞ്ഞ് തകർത്തൊരു പെയ്ത്ത. ഇപ്പൊ പിന്നെ 2 മഴ കഴിഞ്ഞ് എറണാകുളം മൊത്തം കുളമാണ്. ആ എടപ്പള്ളിയിലൊക്കെ ഒന്ന് പോയി നോക്കണം. കഴിഞ്ഞ പ്രളയത്തിന് ഇതുപോലെ മഴയായിരുന്നു. അന്ന് എയർപോർട്ടൊക്കെ അടച്ചിട്ട് നമ്മുടെ വയറ്റ് തടിച്ചാ. അപ്പോ വീട്ടിലൊക്കെ വെള്ളം കയറിയോ? ഇപ്പൊ താമസിക്കുന്നിടത്ത് കുഴപ്പമില്ല. പണ്ടായിരുന്ന പണി കിട്ടിയേനെ. റൺവേയുടെ അറ്റത്തായിരുന്നു വീട്. റൺവേയുടെ അറ്റത്തോ? പിന്നെ ഈ എയർപോർട്ടിന് വേണ്ടി നമ്മൾ വീട് മാറ്റിയതല്ലേ. അതിന്റെ കയറവ് കിട്ടിയതാ ഈ ടാക്സി പണി.